ഇന്നൊരു കിഡ്സ് സ്പെഷ്യൽ റെസിപ്പി ആട്ടോ ചെയ്യുന്നത്. ടൊമാറ്റോ റൈസ് പെട്ടെന്ന് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണ്. പിന്നെ 2 സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഇത്. ഇനി ഒരു കുക്കർ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നിറയെ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് എന്തായാലും ഒഴിക്കണം കേട്ടോ. പിന്നെ ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുക് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് അത് പൊട്ടിക്കഴിയുമ്പോഴത്തേനും 2 ഏലക്കായ, 2-3 ഗ്രാമ്പൂ, ചെറിയൊരു കഷ്ണം പട്ട, ഇത്രയും സ്പൈസസ് ഇട്ടിട്ട് പിന്നെ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടിട്ട് നമ്മൾ അതൊന്ന് പൊട്ടുന്ന വരെ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്ന് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴച്ചെടുക്കുക. ഒരുപാട് വഴറ്റൊന്നും വേണ്ട. ജസ്റ്റ് ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ ഉപ്പുപൊടി ഇടാൻ മറക്കണ്ട കേട്ടോ. ഉപ്പുപൊടി കൂടി ഇട്ട് നമ്മൾ സവാള തന്നെ ഇട്ട് അതൊന്ന് വഴറ്റുക കേട്ടോ. പിന്നെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ ഇതിൽ. അതുകൊണ്ട് നമ്മൾ മൂടി വെച്ച് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ സാധാരണ പോലെ കയ്യിലുകൊണ്ട് ഇളക്കി നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മസാലപ്പൊടി കൂടി ഇടുന്നുണ്ട്. മുളക് പൊടി യൂസ് ചെയ്യുമ്പോഴത്തേനും കുട്ടികൾക്ക് കൊടുക്കാനാണ്. അപ്പോൾ എരിവ് അനുസരിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുളക് പൊടിയുടെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ടൈമിൽ ഞാൻ അരി ചേർത്ത് കൊടുക്കും കേട്ടോ. അരി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ അതൊന്ന് വെറുതെ വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അരി കൂടെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ, ഹൈ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും ഇത് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. സാധാരണ തക്കാളി ചോറ് ഉണ്ടാക്കുമ്പോൾ വേവിച്ച അരി കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ എന്താ പറയുക, ചോറ് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് എടുത്തിട്ട് ഇത്രയും മസാല കൂട്ടിയിട്ട് അതിലേക്ക് ചോറിട്ട് കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം നമുക്ക്. പക്ഷേ ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. അതായത് അരിയുടെ മേളിൽ വെള്ളം നിൽക്കേ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് ഒരു 2.25 ഗ്ലാസ് വെള്ളം അങ്ങനെ എടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മൂടി വയ്ക്കാം. പിന്നെ ഉപ്പ് നോക്കാം. ഉപ്പ് ഈ സമയത്ത് നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത്. കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ, മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ 2 വിസിൽ മതി കേട്ടോ. അതിന് ശേഷം ഒരു 15 മിനിറ്റിന് ശേഷം കേട്ടോ ഞാനിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കണ്ടോ, എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നിനോടൊന്നും ഒട്ടിയിരിക്കാതെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വേവാണ്, വെന്തും പോയിട്ടില്ല, വേവാതിരുന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. രാവിലെയൊക്കെ പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്, ടൊമാറ്റോ റൈസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്